മൈലേക്കോണം അംഗൻവാടിയിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം. കാട്ടാക്കടയിൽ കുരുന്നുകൾക്ക് ആവേശമായി മൈലേക്കോണം അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുതിയതായി എത്തിയ കുട്ടികളെ ബാഗ്, പഠനോപകരണങ്ങൾ, കുട, വാട്ടർ ബോട്ടിൽ എന്നിവ സമ്മാനിച്ച് വരവേറ്റു. അംഗൻവാടി ടീച്ചർ അജിതയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് മധുരവും നൽകി. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽ ബോസ്, വാർഡ് മെമ്പർ കിരൺ, മധുസൂദനൻ നായർ, ICDS സൂപ്പർവൈസർ ജയജ്യോതി, ALMSC അംഗങ്ങൾ, നിരവധി രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുത്തു. പ്രസംഗത്തിനൊന്നുമല്ല ഇടമല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം. അംഗൻവാടി തല പ്രവേശനോത്സവമാണ് മറ്റൊരു പരിപാടി. നമുക്കറിയാം, അംഗൻവാടികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അംഗൻവാടികൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ജീവിതത്തിൽ അവരുടെ തുടക്കമാകുന്ന അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്ന ഒരു ഇടമായിട്ട് അംഗൻവാടികൾ അറിയാം. അംഗൻവാടി എന്ന് പറയുന്നത് അവരെ നമ്മൾ സാധാരണ ഏതെങ്കിലും UP-യിലോ അല്ലെങ്കിൽ LP-യിലോ ഹൈസ്കൂൾ തലത്തിലോ ഹയർ സെക്കൻഡറി തലത്തിലോ പഠിക്കുന്നത് പോലെയുള്ള വിദ്യാഭ്യാസ രീതികളല്ല, മറിച്ച് എന്താണ്, കുട്ടികളുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ചെറിയ ചെറിയ പാഠങ്ങൾ, അത് സഹകരണ മനോഭാവമായിരുന്നാലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നത് അത് അംഗനവാടി തലങ്ങളിലാണ്. ഒരു പ്രവേശനോത്സവ കിറ്റ് കൊടുക്കാനുള്ള ഇതുവരെ വന്നിട്ടില്ല. പ്രവേശനോത്സവ കിറ്റ് വയ്ക്കാൻ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഒരു പ്രവേശനോത്സവ കിറ്റ് വയ്ക്കാനുള്ള ഒരു നടപടി ഇന്ന് വരെയും നമ്മളെ മാർഗരേഖകളിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രവേശനോത്സവ കിറ്റ്, ഒരു ബാഗും കുടയും ഉൾപ്പെടെയുള്ള ഒരു സ്കൂളിൽ നമ്മൾ സ്കൂൾ പ്രിപ്പറേഷൻ നടത്തിയാണ് ഇവിടുന്ന് വിടുന്നത്. അപ്പോൾ അവർക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു കിറ്റ് കൊടുത്തയക്കാൻ ഈ അങ്കണവാടിക്കും തൊട്ടപ്പുറത്തെ തേരുവിള അങ്കണവാടിക്കും സാധിച്ചു എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്.